Hello everyone, welcome back to my video. ഇന്ന് നമുക്ക് ജൂലൈ 2024 CPC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഇതിൽ മെയിനായിട്ട് നമ്മൾ CPT പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ സീറോ സീരീസ് അനസ്തീഷ്യ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊറാക്കോട്ടോമി പ്രൊസീജിയറിന് അനസ്തീഷ്യ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോഡുകൾ എന്ന് പറഞ്ഞാൽ അത് ആൻസർ ആയിട്ട് വരുന്നതാണ്. സോ ഈ ഒരു പ്രൊസീജിയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് ഉണ്ടാവുക. സെക്കൻഡ് വൺ ഡയാലിസിസ് പ്രൊസീജിയറിനുള്ള അനസ്തീഷ്യ സർവീസ് ആണ്. ദെൻ അനസ്തീഷ്യ ടൈം കാൽക്കുലേഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ. ദെൻ ഹാർട്ട് പ്രൊസീജിയേഴ്സ് വിത്ത് പമ്പ് ഓക്സിജനേറ്റർ. Then needle biopsy of pleura. Hernia repairs younger than 1 year of age ആണ്. സോ ഹെർണിയ റിപ്പയർ younger than 1 year of ഏജിൽ അനസ്തീഷ്യ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെയാണ്. നെക്സ്റ്റ് വൺ പെർക്യൂട്ടേനിയസ് ലിവർ ബയോപ്സിയുടെ കോഡാണ്. നെക്സ്റ്റ് വൺ പ്രൊസീജിയേഴ്സ് ഓൺ ലോവർ ലെഗ് റിപ്പയർ ഓഫ് റപ്ചേർഡ് അക്കില്ലസ് ടെൻഡോൺ വിത്ത് ഓർ വിത്തൗട്ട് ഗ്രാഫ്റ്റ് ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു റപ്ചേർഡ് അക്കില്ലസ് ടെൻഡോണിൻ്റെ റിപ്പയർ ആണ് പറയുന്നത്. ലോവർ ലെഗ് പ്രൊസീജിയർ ആണ് ഇത്. ഇതിൽ ഗ്രാഫ്റ്റ് യൂസ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ കോഡ് 01472 ആയിരിക്കും. നെക്സ്റ്റ് വൺ പ്രൊസീജിയേഴ്സ് ഓൺ ഐ ആണ്. സോ ഐ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ അനസ്തീഷ്യ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കോഡാണ് 00140. നെക്സ്റ്റ് വൺ റാഡിക്കൽ ഓർ മോഡിഫൈഡ് റാഡിക്കൽ പ്രൊസീജിയേഴ്സ് ഓൺ ബ്രസ്റ്റ്. നെക്സ്റ്റ് വൺ അനസ്തീഷ്യ ഫോർ ഓപ്പൺ പ്രൊസീജിയേഴ്സ് ആണ്. ദെൻ അനസ്തീഷ്യ ഫോർ സി സെക്ഷൻ ഡെലിവറി ഒൺലി ആണ്. നെക്സ്റ്റ് വൺ സീരീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ് ഓഫ് ഹെമറ്റോമയാണ്. സോ ഈ ഒരു ഏരിയയിൽ കോഡുകൾ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ് ആണോ, ഇൻസിഷൻ ആൻഡ് റിമൂവൽ ആണോ, ആസ്പിറേഷൻ ആണോ എന്ന് നോക്കുക. പിന്നെ അതിലെന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കുക. സോ ഇവിടെ ഇൻസിഷൻ ഓഫ് ഹെമറ്റോമയാണ്. നെക്സ്റ്റ് വൺ പഞ്ച് ബയോപ്സി ആണ്. ദെൻ ടാൻജൻഷ്യൽ ബയോപ്സി യൂസിങ് ക്യൂറേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഡിബ്രൈഡ്മെൻറ്റ് ഓഫ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ആണ്. സോ ഡിബ്രൈഡ്മെൻറ്റ് അപ് ടു സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ആണെങ്കിൽ നമ്മൾ ഡയമീറ്റർ നോക്കിയിട്ടാണ് കോഡുകൾ എടുക്കുന്നത്. നെക്സ്റ്റ് വൺ സ്കിൻ ടാഗ് റിമൂവൽ ആണ്. സോ സ്കിൻ ടാഗ് റിമൂവലിൻ്റെ കേസിൽ നമ്പർ ഓഫ് സ്കിൻ ടാഗ് നോക്കിയിട്ടാണ് കോഡുകൾ എടുക്കുന്നത്. നെക്സ്റ്റ് വൺ ഇൻ്റർമീഡിയറ്റ് റിപ്പയർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. നെക്സ്റ്റ് വൺ സിമ്പിൾ റിപ്പയറിൻ്റെ കോഡാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇൻ്റർമീഡിയറ്റ് റിപ്പയറും സിമ്പിൾ റിപ്പയറും ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ അബ്രേഷൻസ് ഫോർ ലീഷൻ സ്കാർ ആണ്. ഒരു സ്കാർ ലീഷന് റിമൂവ് ചെയ്യുന്ന അബ്രേഷൻ ചെയ്യുന്നതിൻ്റെ കോഡുകളാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ബ്ലെഫറോപ്ലാസ്റ്റി ലോവർ ഐലിഡ് ബൈലാറ്ററൽ ആണ്. ലോവർ ഐലിഡിൽ ബൈലാറ്ററലി ബ്ലെഫറോപ്ലാസ്റ്റി ചെയ്യുകയാണെങ്കിൽ നമ്മൾ മോഡിഫയർ 50 അപ്പൻഡ് ചെയ്തിട്ടാണ് കോഡ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ബ്ലെഫറോപ്ലാസ്റ്റി അപ്പർ ഐലിഡ് ബൈലാറ്ററൽ ആണ്. സോ ഇവിടെ അപ്പർ ഐലിഡ്സിൽ ബൈലാറ്ററലി ബ്ലെഫറോപ്ലാസ്റ്റി ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ നമ്മൾ മോഡിഫയർ 50 അപ്പൻഡ് ചെയ്യേണ്ടതാണ്. ഈ മോഡിഫയർ 50 അപ്പൻഡ് ചെയ്യേണ്ട കാര്യമൊക്കെ ഈ കോഡുകളുടെ തൊട്ട് താഴെയുള്ള ചെറിയ ബ്രാക്കറ്റിൽ നോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൂടി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വൺ എക്സിഷൻ സാക്രൽ പ്രഷർ വിത്ത് സ്കിൻ ഫ്ലാപ്പ് ക്ലോഷർ വിത്ത് ഓസ്റ്റെക്ടമി ആണ്. സോ എക്സിഷൻ പറയുന്നുണ്ട് ഇവിടെ, സാക്രൽ പ്രഷർ ആണ് പറയുന്നത്, പിന്നെ സ്കിൻ ഫ്ലാപ്പ് യൂസ് ചെയ്തുള്ള ക്ലോഷർ, ഓൾസോ ഓസ്റ്റെക്ടമി ചെയ്ത കാര്യവും പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഡിബ്രൈഡ്മെൻറ്റ് ഓഫ് പാർഷ്യൽ തിക്നെസ് ബോൺസ് 3% ആണ് പറയുന്നത്. സോ അതിന് നമ്മൾ 16020 ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഡിബ്രൈഡ്മെൻറ്റ് ഓഫ് പാർഷ്യൽ തിക്നെസ് ബോൺസ് ഓഫ് ഫേസ് ആണ് പറയുന്നത്, 9% ആണ്. സോ അതിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട കോഡ് 16025 ആണ്. നെക്സ്റ്റ് വൺ ഡിസ്ട്രക്ഷൻ ഓഫ് സിംഗിൾ ആക്ടിനിക് കെരാറ്റോസിസ് ആണ്. ആക്ടിനിക് കെരാറ്റോസിസ് എന്ന് പറയുന്നത് പ്രിമാലിഗ്നൻ ലീഷൻ ആണ്. സോ പ്രിമാലിഗ്നൻ ലീഷൻ്റെ ഡിസ്ട്രക്ഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സിംഗിൾ ആണ്. സോ ഫസ്റ്റ് സിംഗിൾ ലീഷൻ ആണെങ്കിൽ, പ്രിമാലിഗ്നൻ ലീഷൻ ആണെങ്കിൽ 17000 ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ഡിസ്ട്രക്ഷൻ ഓഫ് 12 ബിനൈൻ ലീഷൻസ് ആണ്. സോ 17110 ആണ് കൊടുക്കുന്നത്. സോ ഡിസ്ട്രക്ഷൻ്റെ കേസിൽ പ്രിമാലിഗ്നൻ്റ് ആൻഡ് ബിനൈൻ ലീഷനിൽ നമ്മൾ നമ്പർ ഓഫ് ലീഷൻസ് നോക്കിയാണ് കോഡ് ചെയ്യുക. മാലിഗ്നൻ ലീഷൻ്റെ കേസിൽ നമ്മൾ ഡയമീറ്റർ നോക്കിയിട്ടാണ് കോഡുകൾ എടുക്കുക. നെക്സ്റ്റ് വൺ കെമിക്കൽ കോട്ടറൈസേഷൻ ഓഫ് ടിഷ്യൂ ആണ്. അസറ്റിക് ആസിഡ് ആണ്. സോ ക്വസ്റ്റ്യനിൽ അസറ്റിക് ആസിഡ് യൂസ് ചെയ്തിട്ട് ടിഷ്യൂവിൻ്റെ കെമിക്കൽ കോട്ടറൈസേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിന് 17260 എന്നുള്ള കോഡാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്.
നെക്സ്റ്റ് വൺ മാസ്റ്റെക്ടമി മോഡിഫൈഡ് റാഡിക്കൽ ആണ്. മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റെക്ടമി പറയുകയാണെങ്കിൽ 19307 ആണ്. ഇനി നെക്സ്റ്റ് വൺ ബയോപ്സി, പ്ലേസ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് ലോക്കലൈസേഷൻ ഡിവൈസ്, അൾട്രാസൗണ്ട് ഗൈഡൻസ്, 2 ലീഷൻസ് ആണ്. സോ ബ്രസ്റ്റിലെ ബയോപ്സി ആണ് ഫോർ പ്ലേസ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് ലോക്കലൈസേഷൻ ഡിവൈസ്. അൾട്രാസൗണ്ട് ഗൈഡൻസ് ആണ് യൂസ് ചെയ്തതെന്ന് പറയുകയാണ് ഇവിടെ നമ്മൾ ബ്രസ്റ്റ് ബയോപ്സിയിലെ കേസിൽ നമ്മൾ ഏത് ഗൈഡൻസ് ആണ് യൂസ് ചെയ്തത് എന്ന് നോക്കും. അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് ലീഷൻ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് കോഡുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ 2 ലീഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് ലീഷന് 19083, രണ്ടാമത്തെ ലീഷന് ആഡ് ഓൺ കോഡ് 19084 ആണ് കൊടുക്കുന്നത്. ഇനി 19085 എന്ന് പറയുമ്പോൾ സെയിം പ്രൊസീജിയർ തന്നെയാണ്, ബട്ട് അവിടെ മാഗ്നറ്റിക് റെസൊണൻസ് ഗൈഡൻസ് ആണ് യൂസ് ചെയ്തത്. സോ അവിടെ 1 ലീഷൻ ആണുള്ളത്. പിന്നെ എപ്പോഴും നോട്ട് ചെയ്യേണ്ടത് ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റത്തിൽ, അതായത് ബ്രസ്റ്റിൻ്റെ സ്കിന്നിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം 19-ലായിരിക്കും കോഡുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റത്തിൽ ബ്രസ്റ്റ് റിലേറ്റഡ് എന്ത് പ്രൊസീജിയർ പറഞ്ഞാലും നമ്മൾ 19 കാറ്റഗറി ആ ഒരു സെക്ഷനിൽ നിന്നാണ് കോഡുകൾ എടുക്കേണ്ടത്. പിന്നെ ATT റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മോർ സർജറി റിലേറ്റഡ് ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് 2 സീരീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രിഗർ പോയിന്റ് ഇഞ്ചെക്ഷൻസ് 2 മസിൽസ് ആണ്. ഈ ട്രിഗർ പോയിന്റ് ഇഞ്ചെക്ഷൻസിൻ്റെ കേസിൽ നമുക്ക് ഇഞ്ചെക്ഷൻസ് ആണ്, അതായത് മൾട്ടിപ്പിൾ ആയാലും സിംഗിൾ ആയാലും നമ്മുടെ കോഡിൽ ചേഞ്ച് വരില്ല. ഇവിടെ നമ്പർ ഓഫ് മസിൽസ് നോക്കിയിട്ടാണ് നമ്മൾ കോഡുകൾ എടുക്കുന്നത്. നെക്സ്റ്റ് വൺ ആർത്രോസെൻഡസിസ് ആണ്. മേജർ ജോയിൻറ്റ് വിത്ത് അൾട്രാസൗണ്ട് ഗൈഡൻസ് ആണ്. അപ്പോൾ ആർത്രോസെൻഡസിസിൻ്റെ കേസിൽ മേജർ ജോയിൻ്റ് ആണോ, സ്മോൾ ജോയിൻ്റ് ആണോ, ഇൻ്റർമീഡിയറ്റ് ജോയിൻ്റ് ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഗൈഡൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, വിത്തൗട്ട് അൾട്രാസൗണ്ട് ഗൈഡൻസ് ആണോ വിത്ത് അൾട്രാസൗണ്ട് ഗൈഡൻസ് ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ ആർത്രോസെൻഡസിസിൻ്റെ കേസിൽ നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ്ലി അതൊരു മേജർ ജോയിൻ്റ് ആണ്, ഇൻ്റർമീഡിയറ്റ് ആണ്, സ്മോൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. പകരം നമുക്ക് ഈ കോഡിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ബ്രാക്കറ്റിൽ ആ ഒരു ജോയിൻറ്റുകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടേംസ് ആയിരിക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം കോഡ് എടുക്കാൻ. നെക്സ്റ്റ് വൺ ആപ്ലിക്കേഷൻ ഓഫ് ഹാലോ ക്രാനിയൽ ആണ്. സോ ഹാലോ ഡിവൈസ് ആപ്ലിക്കേഷൻ ക്രാനിയൽ റീജിയൻ പറയുകയാണെങ്കിൽ 20661 ആണ്. നെക്സ്റ്റ് വൺ റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് സ്ട്രട്ട് ഈച്ച് ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ യൂണിറ്റ് പ്ലെയിൻ ആപ്ലിക്കേഷൻ ആണ്. സോ എക്സ്റ്റേണൽ ഫിക്സേറ്റർ സിസ്റ്റത്തിൽ നമുക്ക് യൂണിറ്റ് പ്ലെയിൻ ആപ്ലിക്കേഷനും മൾട്ടി പ്ലെയിൻ ആപ്ലിക്കേഷനും കാണാൻ പറ്റും. അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ എക്സിഷൻ ട്യൂമർ സോഫ്റ്റ് ടിഷ്യൂ ലെസ് ദാൻ 2 സെൻറ്റിമീറ്റർ ഫേസ് ഓഫ് സ്കാൽപ്പാണ്. നമുക്ക് പല ഏരിയാസിലും ഈ ഒരു സോഫ്റ്റ് ടിഷ്യൂ ട്യൂമർ എക്സിഷൻ കാണാൻ പറ്റും. അവിടെ നമ്മൾ ആദ്യം തന്നെ മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഇത് ഏത് ഏരിയ ആണ് എന്ന് നോക്കുക. ആ ഏരിയയുടെ ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ നിന്ന് വേണം കോഡുകൾ എടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫേസ് ഓഫ് സ്കാൽപ്പാണ് പറഞ്ഞിട്ടുള്ളത്. ഡയമീറ്റർ 2 സെൻറ്റിമീറ്റർ ഓർ ലെസ് ആണ്. നെക്സ്റ്റ് വൺ ഇംപ്രഷൻ ആൻഡ് കസ്റ്റം പ്രിപ്പറേഷൻ ഓർബിറ്റൽ പ്രോസ്തെസിസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എക്സിഷൻ ട്യൂമർ സോഫ്റ്റ് ടിഷ്യൂ ഓഫ് ബാക്ക് ഓഫ് ഫ്ലാങ്ക് ലെസ് ദാൻ 5 സെൻറ്റിമീറ്റർ. പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞു സോഫ്റ്റ് ടിഷ്യൂ ട്യൂമർ എക്സിഷൻ്റെ കേസിൽ സൈറ്റ് നോക്കണം എന്ന്. ലാസ്റ്റ് പറഞ്ഞത് ഫേസ് ആൻഡ് സ്കാൽപ്പ് ആയിരുന്നു. ഇവിടെ പറയുന്നത് ബാക്ക് ഓർ ഫ്ലാങ്ക് ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ് ചെയ്യാനായിട്ട് എല്ലാത്തിലും സോഫ്റ്റ് ടിഷ്യൂ എക്സിഷൻ ഓഫ് ട്യൂമറൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള സൈറ്റ് നോക്കിയിട്ട് വേണം കോഡുകൾ എടുക്കാൻ. നെക്സ്റ്റ് വൺ പാർഷ്യൽ എക്സിഷൻ ഓഫ് പോസ്റ്റീരിയർ വെർട്ടിബ്രൽ കമ്പോണൻറ്റ് സിംഗിൾ വെർട്ടിബ്രൽ സെഗ്മെൻറ്റ് സെർവിക്കലാണ്. ഇവിടെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് സെർവിക്കൽ ഏരിയ ആണോ, തൊറാസിക് ആണോ, ലംബാർ ആണോ എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ ഉറപ്പ് വരുത്തേണ്ടത്. അതുപോലെ തന്നെ വെർട്ടിബ്രൽ സെഗ്മെൻറ്റ്സിൻ്റെ നമ്പർ കൂടി നോക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ ആർത്രോഡെസിസ് പോസ്റ്റീരിയർ ഓർ പോസ്റ്റെറോലാറ്ററൽ സിംഗിൾ ഇൻ്റർസ്പേസ് ലംബാർ. അവിടെ ആർത്രോഡെസിസ് പോസ്റ്റീരിയർ ആണ് പറയുന്നത്. ആർത്രോഡെസിസ് തന്നെ പോസ്റ്റീരിയറും ഉണ്ട്, ആൻറ്റീരിയർ അപ്രോച്ചും ഉണ്ട്. സോ അപ്രോച്ച് ഏതാണെന്ന് നോക്കുക, എത്ര നമ്പർ ഓഫ് ഇൻ്റർസ്പേസ് ഉണ്ടെന്ന് നോക്കുക, ഏത് റീജിയൻ ആണെന്ന് നോക്കുക, സെർവിക്കലാണോ ലംബാർ ആണോ തൊറാസിക് ആണോ എന്നൊക്കെ നോക്കുക. അപ്പോൾ ഇവിടെ ഈച്ച് അഡീഷണൽ ഇൻ്റർസ്പേസിന് നമ്മൾ 22614 എന്നുള്ള ആഡ് ഓൺ കോഡും കൂടി കൊടുക്കുക. നെക്സ്റ്റ് വൺ എക്സ്പ്ലോറേഷൻ ഓഫ് സ്പൈനൽ ഫ്യൂഷൻ. നെക്സ്റ്റ് നോക്കിയാൽ കാണാം ട്യൂമർ ഓഫ് സോഫ്റ്റ് ടിഷ്യൂ എക്സിഷൻ ആണ്, ഓഫ് അബ്ഡമിനൽ വോൾ ആണ്. അപ്പോൾ ഏത് സൈറ്റാന്ന് മേക്ക് ഷുവർ ചെയ്യുക കേട്ടോ.
നെക്സ്റ്റ് വൺ ആർത്രോപ്ലാസ്റ്റി എൽബോ വിത്ത് മെംബ്രെയിൻ ആണ്. എക്സാമ്പിൾ ഫേഷ്യൽ ആർത്രോപ്ലാസ്റ്റി എന്നൊക്കെ പറയുകയാണെങ്കിൽ 24360 കൊടുക്കാവുന്നതാണ് ഓഫ് ദി എൽബോ. നെക്സ്റ്റ് വൺ റിപ്പയർ ടെൻഡോൺ ഓർ മസിൽ ഫ്ലെക്സർ ഫോറാം ആൻഡ് ഓർ റിസ്റ്റ് സെക്കൻഡറി സിംഗിൾ ഈച്ച് ടെൻഡോൺ ഓർ മസിലാണ്. ഇവിടെ റിപ്പയർ ഓഫ് ടെൻഡോൺ അല്ലെങ്കിൽ മസിലാണ് പറയുന്നത്. ഫ്ലെക്സർ ഓഫ് ഫോറാമോ റിസ്റ്റ് ഒക്കെയാണ് പറയുന്നതെങ്കിൽ അതിൽ നമ്മൾ സെക്കൻഡറി ആണോ പ്രൈമറി ആണോ എന്ന് നോക്കിയിട്ട് വേണം കോഡുകൾ എടുക്കാനായിട്ട്. ഫോർ ഈച്ച് ടെൻഡോൺ ഓർ മസിലാണ്. Next one, open treatment of posterior pelvic bone fracture and or dislocation for fracture pattern that disrupt the pelvic ring. Unilateral includes internal fixation when performed. അപ്പോൾ ഇവിടെ open treatment with internal fixation ആണ്. Unilateral ആണ് of the pelvic ring ഏരിയയിലുള്ള ഫ്രാക്ചർ ആണ് അല്ലെങ്കിൽ pelvic bone ഫ്രാക്ചർ ആണ് പറയുന്നത്. posterior ആണ്. Next one, incision and drainage of deep abscess, bursa or hematoma, thigh or knee region ആണ്. ഇവിടെയും incision and drainage ഡീപ്പ് abscess ആണ് പറഞ്ഞിട്ടുള്ളത്. abscess ആവാം, ബേഴ്സ ആവാം, ഹെമറ്റോമ ആവാം. ബട്ട് ഏരിയ എന്ന് പറയുന്നത് thigh or knee region ആണ്. നെക്സ്റ്റ് വൺ റിപ്പയർ സെക്കൻഡറി അക്കില്ലസ് ടെൻഡോൺ ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രോക്സിമൽ ഫിബുല ഓർ ഷാഫ്റ്റ് ഫ്രാക്ചർ വിത്തൗട്ട് മാനിപ്പുലേഷൻ ആണ്. ഇവിടെ ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് വിത്തൗട്ട് മാനിപ്പുലേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ആംബ്യൂട്ടേഷൻ ടോ ആണ്. ടോ ആംബ്യൂട്ടേഷനിൽ മെറ്റാടാർസോ ഫെലാഞ്ചിയൽ ജോയിൻറ്റിലാണെങ്കിൽ നമ്മൾ 28820 ആണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ ആപ്ലിക്കേഷൻ ഓഫ് കാസ്റ്റ് ഹാൻഡ് ആൻഡ് ലോവർ ഫോറാം ആണ്. ഗോൺലെറ്റ് എന്ന് പറയും. സോ ഈ ഗോൺലെറ്റ് കാസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻ ഹാൻഡ് ആൻഡ് ലോവർ ആം എന്നൊക്കെ ഫോറാം ഒക്കെ ആണെങ്കിൽ 29081 ആണ് കൊടുക്കേണ്ടത്. 29700 എന്ന് പറഞ്ഞാൽ ഗോൺലെറ്റ് ബൂട്ട് ഓർ ബോഡി കാസ്റ്റ് റിമൂവൽ ഓർ ബൈവാൽവിങ് ആണ് പറയുന്നത്. നെക്സ്റ്റ് വൺ 3 സീരീസ് ആണ്. 3 സീരീസിൻ്റെ അണ്ടറിൽ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എക്സിഷൻ ഓഫ് നേസൽ പോളിപ്സ്. സിമ്പിൾ ആണ്. ഇവിടെ നമുക്ക് നേസൽ പോളിപ്സ് ആണ്, അതായത് സിംഗിൾ ആയാലും മൾട്ടിപ്പിൾ ആയാലും നമ്മുടെ കോഡിൽ ചേഞ്ച് വരില്ല. സിമ്പിൾ ആണോ പ്രൊസീജിയർ എന്നാണ് നോക്കേണ്ടത്. നെക്സ്റ്റ് വൺ 30300 എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഫോറിൻ ബോഡി ഇൻട്രാനേസൽ ഓഫീസ് ടൈപ്പ് പ്രൊസീജിയർ ആണ്. ഒരു നേസൽ ഏരിയയിൽ നിന്ന് ഒരു ഫോറിൻ ബോഡിയുടെ റിമൂവൽ ചെയ്തു, അത് ഓഫീസിൽ വെച്ച് ചെയ്യാവുന്നത്ര സിമ്പിൾ പ്രൊസീജിയർ ആണെങ്കിൽ 30300 ആണ്. ഇനി അതിനൊരു ജനറൽ അനസ്തീഷ്യ കൊടുത്തിട്ട് ഫോറിൻ ബോഡി റിമൂവൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ 30310 ആണ്. നെക്സ്റ്റ് വൺ കൺട്രോൾ ഓഫ് നേസൽ ഹെമറേജ് ആൻറ്റീരിയർ കോംപ്ലക്സ് ആണ്. ഇതിൽ ആൻറ്റീരിയർ നേസൽ ഹെമറേജിൻ്റെ കൺട്രോളാണ്, അതും കോംപ്ലക്സ് പ്രൊസീജിയർ ആണ് പറയുന്നത്. നെക്സ്റ്റ് വൺ നേസൽ ഓർ സൈനസ് എൻഡോസ്കോപ്പി സർജിക്കൽ വിത്ത് റിപ്പയർ ഓഫ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ലീക്ക് സ്ഫീനോയിഡ് റീജിയൻ ആണ്. അപ്പോൾ നേസൽ അല്ലെങ്കിൽ സൈനസ് എൻഡോസ്കോപ്പി സർജിക്കലാണ്. ഇവിടെ CSF ലീക്കേജിന് റിപ്പയർ ചെയ്യാണ്. ഇവിടെ നമ്മൾ റീജിയൻ നോക്കുക, ഏത് സൈനസിലാണ് എന്ന് നോക്കുക. ഇവിടെ സ്ഫീനോയിഡ് റീജിയനിലാണ് പ്രൊസീജിയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ബയോപ്സി പ്ലൂറ പെർക്യൂട്ടേനിയസ് നീഡിലാണ്. നെക്സ്റ്റ് റിമൂവൽ ഓഫ് ലങ് ബൈലോബെക്ടമി ആണ്. ഇവിടെ ലങ്ങിൻ്റെ റിമൂവൽ ആണ് പറയുന്നത്, ബട്ട് ഇവിടെ ബൈലോബെക്ടമി ആണ്. അതായത് 2 ലോബ്സ് ആണ് റിമൂവ് ചെയ്യുന്നത്. സോ അതിൽ നിന്ന് മനസ്സിലാക്കുക ഇത് റൈറ്റ് ലങ്ങിൻ്റെ റിമൂവലാണ്. ബിക്കോസ് നമുക്ക് ലെഫ്റ്റ് ലങ്ങിൽ ആകെ കൂടി 2 ലോബുകളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ലങ്ങിൽ നിന്ന് 2 ലോബ് റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ന്യൂമോഡെക്ടമി ആവും. സോ ബൈലോബെക്ടമി എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ 3 ലോബിൽ നിന്ന് 2 എണ്ണം റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. നെക്സ്റ്റ് വൺ വാഡ്സ് ലോബെക്ടമി ആണ്. വീഡിയോ അസിസ്റ്റഡ് ടൊറാക്കോസ്കോപ്പി വഴി ലോബെക്ടമി ചെയ്യാണ്. ഇവിടെ സിംഗിൾ ലോബാണ് റിമൂവ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഡ്യുവൽ ലീഡ് പേസ് മേക്കറിൻ്റെ ഇൻസേർഷൻ ആണ് പറയുന്നത്. ഈ 33208 എന്ന് പറയുന്നത് ഡ്യുവൽ ലീഡ് പേസ് മേക്കറിൻ്റെ കോഡാണ്, ഇൻസേർഷൻ്റെ കോഡാണ്. സോ ഈ ഡ്യുവൽ ലീഡ് DDD പേസ് മേക്കർ എന്നൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. നെക്സ്റ്റ് വൺ ഇൻസേർഷൻ ഓഫ് ഇംപ്ലാന്റബിൾ ഡിഫിബ്രിലേറ്റർ പൾസ് ജനറേറ്റർ ഓൺലി വിത്ത് എക്സിസ്റ്റിംഗ് ഡ്യുവൽ ലീഡ്സ് ആണ്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഡ്യുവൽ ലീഡ്സിലേക്ക് പൾസ് ജനറേറ്റർ മാത്രം ഇൻസേർട്ട് ചെയ്യുന്നത്, അതും ഇംപ്ലാന്റബിൾ ഡിഫിബ്രിലേറ്റർ സിസ്റ്റം ആണ്. സോ നമ്മളെപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക പേസ് മേക്കർ ആണോ ഇംപ്ലാന്റബിൾ ഡിഫിബ്രിലേറ്റർ ആണോ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കുക, എന്നിട്ട് അപ്രോപ്രിയേറ്റ് കോഡ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ ഇൻസേർഷൻ ഓഫ് ഇംപ്ലാന്റ് മൾട്ടിപ്പിൾ ലീഡ്സ് ആണ്. സോ മൾട്ടിപ്പിൾ ലീഡ്സ് ഉള്ളപ്പോൾ ഇംപ്ലാന്റ് ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ കോഡാണ്.
ഇനി ഓപ്പറേറ്റീവ് അബ്ലേഷൻ ഓഫ് സുപ്രാവെൻട്രിക്കുലർ അരിത്മോജനിക് ഫോക്കസ് ഓർ പാത്വേ വിത്തൗട്ട് കാർഡിയോ പൾമണറി ബൈപ്പാസ്. സോ ഇവിടെ അബ്ലേഷൻ ഓഫ് സുപ്രാവെൻട്രിക്കുലർ ആണ് പറയുന്നത്, അരിത്മോജനിക് ഫോക്കസ് ഓർ പാത്വേ ആണ് പറയുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ റിതമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വിത്തൗട്ട് കാർഡിയോ പൾമണറി ബൈപ്പാസ് ആണ്. നെക്സ്റ്റ് വൺ ECMO അല്ലെങ്കിൽ ECLS, ഇനീസിയേഷൻ വീനോ ആർട്ടീരിയൽ ആണ് പറയുന്നത്. സോ എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ കോർപ്പോറിയൽ ലൈഫ് സപ്പോർട്ടാണ് ECMO അല്ലെങ്കിൽ ECLS എന്നൊക്കെ പറയുന്നത്. ഇനീഷ്യേഷൻ ആണ്, അതായത് ഇനീഷ്യൽ ആണ് പറയുന്നത്. അതുപോലെ വീനോ ആർട്ടീരിയൽ ആണ്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ വീനോ വീനസ് കാണാം, വീനോ ആർട്ടീരിയൽ കാണാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് കോഡുകൾ എടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് വൺ ECMO അല്ലെങ്കിൽ ECLS, ഇൻസേർഷൻ ഓഫ് സെൻട്രൽ കാനിലെ ബൈ സ്റ്റേർണോട്ടോമി ഓർ തൊറാക്കോട്ടോമി 6 years or older ആണ്. അപ്പോൾ സെൻട്രൽ കാനിലെ ഇൻസേർഷൻ സ്റ്റേർണോട്ടോമി അല്ലെങ്കിൽ തൊറാക്കോട്ടോമി ചെയ്തിട്ടാണ് ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് നോക്കുക, എന്നിട്ട് കോഡ് എടുക്കുക. നെക്സ്റ്റ് വൺ ഇൻസേർഷൻ ഓഫ് ടണൽഡ് സെൻട്രലി ഇൻസേർട്ടഡ് കാത്തീറ്റർ വിത്തൗട്ട് പോർട്ട് ഓർ പമ്പ് ആണ്. ഏജ് 5 years or older ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെൻട്രലി ഇൻസേർട്ടഡ് ആണോ പെരിഫറലി ഇൻസേർട്ടഡ് ആണോ എന്ന് നോക്കുക, ടണൽഡ് ആണോ നോൺ ടണൽഡ് ആണോ എന്ന് നോക്കുക, വിത്ത് പമ്പ് ഓർ പോർട്ട് ആണോ വിത്തൗട്ട് പമ്പ് ഓർ പോർട്ട് ആണോ എന്ന് നോക്കുക, ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് നോക്കുക, 5 years or older ആണോ യങ്ങർ ആണോ എന്ന് നോക്കിയിട്ട് എടുക്കുക. നെക്സ്റ്റ് കോഡ് വന്നിട്ടുള്ളത് ഇൻസേർഷൻ ഓഫ് ടണൽഡ് സെൻട്രലി ഇൻസേർട്ടഡ് കാത്തീറ്റർ വിത്ത് പോർട്ടാണ്. ഏജ് 5 years or older ആണ്. നെക്സ്റ്റ് റിവാസ്കുലറൈസേഷൻ ഓഫ് എൻഡോവാസ്കുലർ പ്രൊസീജിയേഴ്സ് ആണ് പറയുന്നത്. ഓപ്പൺ ഓർ പെർക്യൂട്ടേനിയസ്. ഈ ഒരു ഏരിയയിൽ നമ്മൾ കോഡുകൾ എടുക്കുമ്പോൾ ഏത് ആർട്ടീരിയൽ ടെറിട്ടറി ആണ് എന്ന് നോക്കുക. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫെമോറൽ അല്ലെങ്കിൽ പോപ്ലിറ്റിയൽ ആർട്ടറി ആണ്. സോ ഫെമോറൽ അല്ലെങ്കിൽ പോപ്ലിറ്റിയൽ എന്ന് പറയുമ്പോൾ ആ ഒരു ടെറിട്ടറിയിൽ ആകെ 1 വെസലേ ഉള്ളൂ. സോ പിന്നെ നമ്മൾ ഇവിടെ നോക്കേണ്ടത് സ്റ്റെൻറ്റ് പ്ലേസ്മെൻറ്റ്, അഥറക്ടമി, ആൻജിയോപ്ലാസ്റ്റി, ഇതിൽ ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കുക. അപ്പോൾ ഈ ഫെമോറൽ അല്ലെങ്കിൽ പോപ്ലിറ്റിയലിൻ്റെ കേസിൽ നമുക്ക് ഒരു കോഡ് റിപ്പോർട്ട് ചെയ്താൽ മതി, കാരണം അവിടെ ഒരു സിംഗിൾ വെസലുള്ളൂ. അപ്പോൾ ഇവിടെ സ്റ്റെൻറ്റ്, അഥറക്ടമി, ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ടിബിയൽ ഓർ പെരോണിയൽ ആർട്ടറി ആണ്. അതുപോലെ തന്നെ ഇലിയാക് ആർട്ടറി, ഇലിയാക്കിൻ്റെ ടെറിട്ടറി ആണെങ്കിലും ഇവിടെ 3 വെസൽസ് ഉണ്ട്. അതുകൊണ്ട് സെയിം വെസലിലാണ് ചെയ്തതെങ്കിൽ നമ്മൾ ഒരു കോഡ് റിപ്പോർട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ സെയിം വെസലിൽ തന്നെ സ്റ്റെൻറ്റും അഥറക്ടമി ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അതല്ല 2-ൽ കൂടുതൽ വെസൽസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് ഓൺ കോഡുകളും കൂടി കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ റീപൊസിഷനിങ് ഓഫ് ഇൻട്രാവാസ്കുലർ വീനക്കാവ ഫിൽറ്റർ ആണ്. നെക്സ്റ്റ് റിസെക്ഷൻ ഡയഫ്രം വിത്ത് കോംപ്ലക്സ് റിപ്പയർ ആണ്. പിന്നെ ബ്രോങ്കോസ്കോപ്പി റിലേറ്റഡ് ആയിട്ടും അയോട്ടിക് ട്യൂബ് ഫോർ റപ്ചർ റിലേറ്റഡ് ആയിട്ടും കോഡുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് 4 സീരീസ് ആണ്. ഫസ്റ്റ് തന്നെ ടോൺസിലെക്ടമി, പ്രൈമറി ഓർ സെക്കൻഡറി യങ്ങർ ദാൻ ഏജ് 12 ആണ്. സോ നമുക്ക് ടോൺസിലെക്ടമി, അഡിനോയിഡെക്ടമി, ഇങ്ങനെ 2 സർജിക്കൽ റിമൂവൽ ആണ് പറയുന്നത്. ആൻഡ് ഇത് രണ്ടും, അതായത് ടോൺസിലെക്ടമി ആൻഡ് അഡിനോയിഡെക്ടമി, അങ്ങനെ രണ്ടും ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ട് ചെയ്യുന്നതും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതും നമുക്ക് പറയുന്നുണ്ട്. സോ ടോൺസിലെക്ടമി മാത്രമാണെങ്കിൽ നമ്മൾ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് നോക്കിയാൽ മതി. യങ്ങർ ദാൻ 12 ആണോ ഓൾഡർ ദാൻ 12 ആണോ എന്ന് നോക്കിയാൽ മതി, എൽഡർ ദാൻ 12 ആണോ എന്ന് നോക്കിയാൽ മതി. അഡിനോയിഡക്ടമിയുടെ കേസിൽ നമ്മൾ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുക. പ്രൈമറി ആണെങ്കിൽ ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് നോക്കുക, സെക്കൻഡറി ആണെങ്കിലും ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് നോക്കിയിട്ട് കോഡ് റിപ്പോർട്ട് ചെയ്യുക. ഇനി ടോൺസിലെക്ടമി ആൻഡ് അഡിനോയിഡക്ടമി ആണെങ്കിൽ നമ്മൾ ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് നോക്കുക. നെക്സ്റ്റ് വൺ ഈസോഫാഗോസ്കോപ്പി, റിജിഡ് വിത്ത് ഇൻസേർഷൻ ഓഫ് ഗൈഡ് വയർ ഫോളോഡ് ബൈ ഡയലേഷൻ ഓവർ ഗൈഡ് വയർ ആണ്. അപ്പോൾ ഈസോഫാഗോസ്കോപ്പി ആണ് പറയുന്നത്, റിജിഡ് ആണ്. നമുക്ക് ഇതിൽ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ ഉണ്ട്, അതിൽ റിജിഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി എന്ത് പ്രൊസീജിയറാണ് എന്ന് നോക്കിയിട്ട് കോഡ് എടുക്കുക. നെക്സ്റ്റ് വൺ ഈസോഫാഗോ ഗ്യാസ്ട്രോ ഡിയോഡിനോസ്കോപ്പി ആണ്. ഇവിടെ നമുക്ക് ഇൻസേർഷൻ ഓഫ് ഗൈഡ് വയർ ഫോളോഡ് ബൈ പാസേജ് ഓഫ് ഡയലേറ്റർ ത്രൂ ഈസോഫാഗസ് ഗൈഡ് വയർ ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് എൻഷുർ ചെയ്യേണ്ടത് ഈസോഫാഗോസ്കോപ്പി ആണോ ഈസോഫാഗോ ഗ്യാസ്ട്രോ ഡിയോഡിനോസ്കോപ്പി ആണോ എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കുക, എന്നിട്ട് കോഡുകൾ എടുക്കുക. നെക്സ്റ്റ് വൺ ERCP വിത്ത് അബ്ലേഷൻ ഓഫ് ട്യൂമേഴ്സ്, പോളിപ്സ് ഓർ അതർ ലീഷൻസ് ഇൻക്ലൂഡിംഗ് പ്രീ ആൻഡ് പോസ്റ്റ് ഡയലേഷൻ ആൻഡ് ഗൈഡ് വയർ പാസേജ്. അപ്പോൾ ഇവിടെ പറയുന്നത് ERCP ആണ്.
ദാറ്റ് ഇസ് എൻഡോസ്കോപ്പിക് റിട്രോഗ്രേഡ് കൊളാൻജിയോപാൻക്രിയാറ്റോഗ്രഫി ആണ്. സോ ഇതും എൻഷുർ ചെയ്യുക ERCP ആണ് ചെയ്തതെന്ന് നോക്കിയിട്ട് വേണം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ കോഡ് എടുക്കാനായിട്ട്. നെക്സ്റ്റ് വൺ, റിപ്പയർ ഓഫ് പാരാ ഈസോഫാജിയൽ ഹിയേഷ്യൽ ഹെർണിയ വിത്ത് വയ തൊറാക്കോട്ടോമി എക്സെപ്റ്റ് നിയോനേറ്റൽ വിത്തൗട്ട് മെഷോ പ്രോസ്തസിസ്. അപ്പോൾ ഇവിടെ ഹിയേഷ്യൽ ഹെർണിയയുടെ റിപ്പയർ ആണ് പറഞ്ഞിട്ടുള്ളത്. എക്സെപ്റ്റ് നിയോനേറ്റൽ ആണ്, നിയോനേറ്റൽ അല്ലാത്ത കേസുകളിലാണ് ഈ ഒരു കോഡ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ലാപ്രോസ്കോപ്പിക്കലി കോളക്ടമി ചെയ്യുന്നതാണ് വിത്ത് ടോട്ടൽ അബ്ഡമിനൽ വിത്ത് പ്രോക്ടെക്ടമി വിത്ത് ഇലിയോസ്റ്റോമിയാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. ഈ കോളക്ടമിയുടെ കേസിൽ ലാപ്രോസ്കോപ്പിക്കലി ചെയ്യുന്നത് പോലെ തന്നെ നോർമൽ എക്സിഷൻ ചെയ്യുന്ന കേസും നമുക്ക് കോഡുകളുണ്ട്. സോ ലാപ്രോസ്കോപ്പിക്കലി ആണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക, ലാപ്രോസ്കോപ്പി എന്നുള്ള ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ നിന്ന് മാത്രം കോഡ് എടുക്കുക. നെക്സ്റ്റ് വൺ, ലാപ്രോസ്കോപ്പി അപ്പൻഡക്ടമി ആണ്. നമുക്ക് നോർമൽ അപ്പൻഡക്ടമിയുടെ അതായത് എക്സിഷൻ്റെ അണ്ടറിലുള്ള കോഡും ഉണ്ട്. അതുപോലെ ലാപ്രോസ്കോപ്പിക്കലി അപ്പൻഡക്ടമി ചെയ്യുന്നതിൻ്റെ കോഡാണ് 44970. അപ്പോൾ അതും എൻഷുർ ചെയ്തിട്ട് കോഡ് എടുക്കുക. നെക്സ്റ്റ് വൺ, സിഗ്മോയിഡോസ്കോപ്പി ആണ് വിത്ത് റിമൂവൽ ഓഫ് ട്യൂമേഴ്സ്, പോളിപ്സ് ഓർ അതർ ലീഷൻസ് ബൈ ഹോട്ട് ബയോപ്സി ഫോർസെപ്സ് ആണ്. സിഗ്മോയിഡോസ്കോപ്പി ആണ്. പിന്നെ അതിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഇവിടെ പ്രൊസീജിയർ ചെയ്തിട്ടുള്ളത്, റിമൂവൽ എല്ലാം ചെയ്തിട്ടുള്ളത് ബൈ ഹോട്ട് ബയോപ്സി ഫോർസെപ്സ് ആണ്. 45333 45338 എന്ന് പറഞ്ഞാൽ അതും സിഗ്മോയിഡോസ്കോപ്പി തന്നെയാണ്. റിമൂവലും എല്ലാം സെയിം തന്നെയാണ്. ബട്ട് അവിടെ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് സ്നെയർ ടെക്നിക്കാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് ഹോട്ട് ബയോപ്സി ആണോ സ്നെയർ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കോഡുകൾ എടുക്കുക. നെക്സ്റ്റ് വൺ, ബയോപ്സി ഓഫ് ലിവർ നീഡിൽ പെർക്യൂട്ടേനിയസ് ആണ്. ലിവർ ബയോപ്സി എടുക്കുകയാണ് യൂസിങ് നീഡിൽ. അപ്പോൾ അത് പെർക്യൂട്ടേനിയസ് ആണെങ്കിൽ 47000 ആണ്. നെക്സ്റ്റ് വൺ, റിസെക്ഷൻ ഓർ ഡിബ്രൈഡ്മെൻറ്റ് ഓഫ് പാൻക്രിയാസ് ആൻഡ് പെരിപാൻക്രിയാറ്റിക് ടിഷ്യൂ ഫോർ അക്യൂട്ട് നെക്രോട്ടൈസിങ് പാൻക്രിയാറ്റൈറ്റിസ്. അക്യൂട്ട് നെക്രോട്ടൈസിങ് പാൻക്രിയാറ്റൈറ്റിസ് ആയതുകൊണ്ട് റിസെക്ഷനോ ഡിബ്രൈഡ്മെൻറ്റോ ചെയ്യുകയാണെങ്കിൽ 48105. നെക്സ്റ്റ് വൺ, ഇൻസേർഷൻ ഓഫ് ഗ്യാസ്ട്രോസ്റ്റോമി ട്യൂബ് പെർക്യൂട്ടേനിയസ് അണ്ടർ ഫ്ലൂറോസ്കോപ്പിക് ഗൈഡൻസ് ആണ്. നമ്മളിവിടെ ഈ ഗ്യാസ്ട്രോസ്റ്റോമി ട്യൂബിൻ്റെ ഒക്കെ കേസിൽ ഇൻസേർഷൻ ആണോ റിമൂവൽ ആണോ റീപ്ലേസ്മെൻ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം കോഡ് എടുക്കാനായിട്ട്. പിന്നെ ഹെർണിയ, റെക്കറൻറ്റ്, ഇൻകാർസറേറ്റഡ് ആയിട്ടുള്ളതിൻ്റെ കോഡുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി 5 സീരീസ് ആണ്. ഫസ്റ്റ് വൺ, നെഫ്രെക്ടമി ഇൻക്ലൂഡിങ് പാർഷ്യൽ യൂറിറ്ററെക്ടമി എനി ഓപ്പൺ അപ്രോച്ച് ഇൻക്ലൂഡിങ് റിബ് റിസെക്ഷൻ ആണ്. ഇവിടെ പാർഷ്യൽ ആയിട്ടുള്ള യൂറിറ്ററെക്ടമിയും അതുപോലെ തന്നെ ഓപ്പൺ പ്രൊസീജിയർ ആണ്, ഓപ്പൺ അപ്രോച്ച് ആണ് നെഫ്രെക്ടമിയുടെ കൂടെ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ലിത്തോട്രിപ്സി എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് ആണ്. അതായത് ക്രഷിംഗ് ഓഫ് സ്റ്റോൺ ആണ് ഇവിടെ ചെയ്യുന്നത്, എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് യൂസ് ചെയ്തിട്ട്. നെക്സ്റ്റ് വൺ, ലാപ്രോസ്കോപ്പി പാർഷ്യൽ നെഫ്രെക്ടമി ആണ്. സോ ഇവിടെ പാർഷ്യൽ നെഫ്രെക്ടമി ആണ്, ബട്ട് അത് ലാപ്രോസ്കോപ്പിക്കലി ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സിസ്റ്റോ യൂറിത്രോസ്കോപ്പി വിത്ത് യൂറിട്രൽ കാത്തീറ്ററൈസേഷൻ വിത്തൗട്ട് ഇറിഗേഷൻ, ഇൻസ്റ്റിലേഷൻ ഓർ യൂറിട്രോ പൈലോഗ്രഫി എക്സ്ക്ലൂസീവ് ഓർ റേഡിയോളജിക് സർവീസ്. അപ്പോൾ സിസ്റ്റോ യൂറിത്രോസ്കോപ്പി തന്നെ ഒരുപാട് പ്രൊസീജിയേഴ്സ് അതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. സോ പ്രോപ്പറായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്ത് കോഡ് ചെയ്യുക. സോ നെക്സ്റ്റ് പറയുന്നത് സിസ്റ്റോ യൂറിത്രോസ്കോപ്പി തന്നെയാണ് വിത്ത് ഫൾഗറേഷൻ ആൻഡ് ഓർ റിസെക്ഷൻ മീഡിയം ബ്ലാഡർ ട്യൂമർ ആണ്. അപ്പോൾ പ്രൊസീജിയർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കോഡ് ചെയ്യുക. നെക്സ്റ്റ്, സർക്കംസീഷൻ അതർ ദാൻ ക്ലാമ്പ് നിയോനേറ്റ് ആണ്. സർക്കംസീഷൻ്റെ കേസിൽ നമുക്ക് യൂസിങ് ക്ലാമ്പ് ഉണ്ട്, അതർ ദാൻ ക്ലാമ്പ് ഉണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് നോക്കിയിട്ട് കോഡ് എടുക്കുക. നെക്സ്റ്റ്, റിമൂവൽ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് നോൺ ഇൻഫ്ലേറ്റബിൾ ഓർ ഇൻഫ്ലേറ്റബിൾ പ്രോസ്തസിസ് ആണ്. നെക്സ്റ്റ്, ബയോപ്സി ഓഫ് പ്രോസ്റ്റേറ്റ് ആണ്. നീഡിൽ ഓർ പഞ്ച്, സിംഗിൾ ഓർ മൾട്ടിപ്പിൾ, എനി അപ്രോച്ച്. ഇപ്പോൾ ഇവിടെ പ്രോസ്റ്റേറ്റിൻ്റെ ബയോപ്സി എടുക്കുകയാണ്, ഏത് നീഡിൽ അല്ലെങ്കിൽ പഞ്ച് യൂസ് ചെയ്തിട്ടായിരിക്കണം. പിന്നെ സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ, അപ്പം സിംഗിൾ ആയാലും മൾട്ടിപ്പിൾ ആയാലും ഡിഫറൻസ് ഒന്നും വരുന്നില്ല, ഏത് അപ്രോച്ച് ആയാലും ഡിഫറൻസ് വരുന്നില്ല. സോ 55700 കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഇൻ്റർസെക്സ് സർജറി ആണ്. മെയിൽ ടു ഫീമെയിലും ഉണ്ട്, ഫീമെയിൽ ടു മെയിലും ഉണ്ട്. സോ അതിൽ കറക്റ്റ് ചെയ്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കോഡ് എടുക്കുക. നെക്സ്റ്റ്, ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ് ഓഫ് വജൈനൽ ഹെമറ്റോമ നോൺ ഒബ്സ്റ്റെട്രിക്കൽ ആണ്. അതായത് പോസ്റ്റ് ട്രോമാറ്റിക് ആയിട്ടൊക്കെ ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ് ഓഫ് വജൈനൽ ഹെമറ്റോമ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 57023 ആണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ, പോസ്റ്റീരിയർ കോൾപോറഫി റിപ്പയർ ഓഫ് റെക്ടോസീൽ വിത്തൗട്ട് പെരിനിയോറഫി ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ പോസ്റ്റീരിയർലി കോൾപോറഫി ചെയ്യുകയാണ്, അതിൽ റെക്ടോസീലിൻ്റെ റിപ്പയറും അതുപോലെ തന്നെ ഇപ്പം പെരിനിയോറഫി ചെയ്താലും ഇല്ലെങ്കിലും കോഡിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല.
നെക്സ്റ്റ് വൺ റാഡിക്കൽ അബ്ഡമിനൽ ഹിസ്റ്ററക്ടമി വിത്ത് ബൈലാറ്ററൽ ടോട്ടൽ പെൽവിക് ലിംഫാഡിനെക്ടമി ആൻഡ് പാരായോട്ടിക് ലിംഫ് നോഡ് സാമ്പിളിംഗ് വിത്തൗട്ട് റിമൂവൽ ഓഫ് ട്യൂബ്സ് ഓവറീസ്. ഇവിടെ ട്യൂബ്സും ഓവറീസും റിമൂവ് ചെയ്താലും ഇല്ലെങ്കിലും ഡിഫറൻസ് ഒന്നും വരുന്നില്ല. റാഡിക്കൽ അബ്ഡമിനൽ ഹിസ്റ്ററക്ടമി ആണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് ബോത്ത് സൈഡ്സിലെ പെൽവിക് ലിംഫാഡിനെക്ടമിയും പറയുന്നുണ്ട്. ടോട്ടൽ ആയിട്ടുള്ള ലിംഫാഡിനെക്ടമി പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇൻസേർഷൻ ഓഫ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണ്, IUD. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇൻസേർഷൻ ആണോ റിമൂവൽ ആണോ എന്ന് നോക്കിയിട്ട് കോഡ് എടുക്കുക. നെക്സ്റ്റ് അൺലിസ്റ്റഡ് ഹിസ്ട്രോസ്കോപ്പി പ്രൊസീജിയർ യൂട്രസ് ആണ്. ഹിസ്ട്രോസ്കോപ്പിയുടെ അണ്ടറിൽ വരുന്ന ഒരു പ്രൊസീജിയേഴ്സും അല്ല നമ്മുടെ ക്വസ്റ്റ്യനിലെങ്കിൽ നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് റിസെക്ഷൻ ഓഫ് ഒവേറിയൻ ട്യൂബൽ ഓർ പ്രൈമറി പെരിറ്റോണിയൽ മാലിഗ്നൻസി വിത്ത് ബൈലാറ്ററൽ സാൽപിഞ്ചോഫ്രെക്ടമി ആൻഡ് ഒമെൻഡെക്ടമി ആണ് പറയുന്നത്. അപ്പോൾ ഇപ്പം റിസെക്ഷൻ ഓഫ് ഒവേറിയൻ ട്യൂബൽ ഓർ പ്രൈമറി പെരിറ്റോണിയൽ മാലിഗ്നൻസിയുടെ കേസിൽ റിസെക്ഷൻ ഓഫ് ഓവറി ഓർ ട്യൂബോ ഒക്കെ ചെയ്യുകയാണ്. അതും ബൈലാറ്ററൽ സാൽപിഞ്ചോ ഉഫ്രക്ടമി എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന്, സാൽപിഞ്ചോ എന്ന് പറഞ്ഞാൽ ഫെലോപ്പിയൻ ട്യൂബും ഉഫ്രക്ടമി എന്ന് പറഞ്ഞാൽ ഓവറിയുടെ റിമൂവലുമാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ആൻറ്റിപാർട്ടം കെയർ, വജൈനൽ ഡെലിവറി, പോസ്റ്റ്പാർട്ടം കെയർ ആണ്. സോ വജൈനൽ ഡെലിവറിയും ആൻറ്റിപാർട്ടം കെയറും പോസ്റ്റ്പാർട്ടം കെയറും സെയിം സ്ഥലത്ത് നിന്ന് കിട്ടുകയാണ്, സെയിം പ്രൊവൈഡറിൻ്റെ നിന്ന് കിട്ടുകയാണെങ്കിൽ 59400 ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ C-section ഡെലിവറി ഫോളോയിങ് അറ്റംപ്റ്റഡ് വജൈനൽ ഡെലിവറി ആഫ്റ്റർ പ്രീവിയസ് C-section ഇൻക്ലൂഡിങ് പോസ്റ്റ്പാർട്ടം കെയർ. ഇവിടെ ഓൾറെഡി ഫസ്റ്റ് ബേബിക്ക് വേണ്ടി C-section ചെയ്ത ഒരു ലേഡി ഈ സെക്കൻഡ് ഡെലിവറിക്ക് വജൈനൽ ഡെലിവറി അറ്റംപ്റ്റ് ചെയ്ത് നോക്കി, ബട്ട് സക്സസ് ആവാതെ C-section ഡെലിവറി തന്നെ ക്യാരി ഓൺ ചെയ്യേണ്ടി വരികയാണെങ്കിൽ 59622 ആണ് കൊടുക്കുക. നെക്സ്റ്റ് വൺ VBAC ആണ്, വജൈനൽ ബർത്ത് ആഫ്റ്റർ C-section. ഈ ഒരു കേസിൽ ആദ്യത്തെ ബേബി C-section ആയിരുന്നു, ബട്ട് സെക്കൻഡ് ബേബിയുടെ കേസിൽ വജൈനൽ ബർത്ത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മൾ VBAC എന്നുള്ളതിൻ്റെ 59610 കോഡാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ ഇൻഡ്യൂസ്ഡ് അബോർഷൻ ബൈ ഡയലേഷൻ ആൻഡ് ഇവാക്യുവേഷൻ. സോ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെഡിക്കേഷനോ അതായത് ഡ്രഗ്സൊക്കെ യൂസ് ചെയ്തൊക്കെ ആയാലും അബോർഷൻ ചെയ്യുന്നതാണ്. സോ അതിൻ്റെ റിമൂവൽ സർജിക്കലി ഡയലേഷൻ അല്ലെങ്കിൽ ഇവാക്യുവേഷൻ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 59841 ആണ് കൊടുക്കുക. ഇവിടെ തന്നെ ഇൻഡ്യൂസ്ഡ് അബോർഷനിൽ തന്നെ ഡയലേഷൻ ആൻഡ് ക്യൂറേറ്റേജ് D&C എന്നുള്ള മെത്തേഡ് കൂടിയുണ്ട്. സോ ഇൻഡ്യൂസ്ഡ് അബോർഷൻ്റെ കേസിൽ മാത്രം എന്ത് മെത്തേഡാണ് യൂസ് ചെയ്തത് എന്ന് നോക്കിയിട്ടാണ്, D&C ആണോ D&E ആണോ നോക്കിയിട്ട് കോഡ് എടുക്കുക. ബാക്കി അബോർഷൻസിൻ്റെ കേസിലൊക്കെ ഏത് സർജിക്കൽ പ്രൊസീജിയർ ആണ് എന്നല്ല നോക്കേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് അബോർഷൻ ആണ് എന്നാണ് നോക്കേണ്ടത്. മിസ്ഡ് അബോർഷൻ ആണോ സ്പോണ്ടേനിയസ് അബോർഷൻ ആണോ എന്നെല്ലാമാണ് നോക്കേണ്ടത്. നെക്സ്റ്റ് 6 സീരീസ്. ഫസ്റ്റ് വൺ ബർഹോൾസ് വിത്ത് ഇവാക്വേഷൻ ആൻഡ് ഡ്രെയിനേജ് ഓഫ് ഹെമറ്റോമ എക്സ്ട്രാ ഡ്യൂറൽ ഓർ സബ് ഡ്യൂറൽ. സോ ഈ ഒരു ഏരിയയിൽ നമ്മൾ ബർഹോൾസ് ആണോ ട്വിസ്റ്റ് ഡ്രില്ലാണോ നോക്കുക, അതുപോലെ ഏരിയ ഏതാണെന്ന് നോക്കുക. ഇവിടെ എക്സ്ട്രാ ഡ്യൂറൽ ഓർ സബ് ഡ്യൂറൽ ഏരിയ ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ക്രാനിയക്ടമി ഓർ ക്രേനിയോട്ടോമി ഫോർ ഇവാക്വേഷൻ ഓഫ് ഹെമറ്റോമ ഇൻഫ്രാടെംഡോറിയൽ എക്സ്ട്രാ ഡ്യൂറൽ ഓർ സബ് ഡ്യൂറൽ. ഇവിടെ ക്രേനിയക്ടമിയോ ക്രാനിയോട്ടോമി ഏതാണെങ്കിലും കോഡ് ചേഞ്ച് ആവുന്നില്ല, ബട്ട് എക്സ്ട്രാ ഡ്യൂറൽ ഓർ സബ് ഡ്യൂറൽ അങ്ങനെ ഡിഫറെൻറ്റ് ഏരിയാസ് ഉണ്ട്, ഏത് ഏരിയ എന്ന് നോക്കുക. നെക്സ്റ്റ് ക്രേനിയക്ടമി ഓർ ക്രേനിയോട്ടോമി ആണ്. ഡ്രെയിനേജ് ഓഫ് ഇൻട്രാക്രേനിയൽ ആബ്സസ് ആണ്, ഇൻഫ്രാടെൻഡോറിയൽ റീജിയൻ ആണ്. നെക്സ്റ്റ് വൺ ട്വിസ്റ്റ് ഡ്രിൽ ബർഹോൾ ക്രാനിയക്ടമി ഓർ ക്രേനിയോട്ടോമി ഫസ്റ്റ് അറേ ആണ്. നെക്സ്റ്റ് വൺ ഇഞ്ചെക്ഷൻസ് ഇൻക്ലൂഡിങ് ഇൻഡ്വെല്ലിംഗ് കത്തീറ്റർ പ്ലേസ്മെൻറ്റ് വിത്ത് ഇമേജിംഗ് ഗൈഡൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ലാമിനോട്ടോമി വിത്ത് ഡീകംപ്രഷൻ ഓഫ് നെർവ് റൂട്ട്സ് ഇൻക്ലൂഡിംഗ് പാർഷ്യൽ ഫാസറ്റക്ടമി ഫോർ എമിനോട്ടോമി ആൻഡ് ഓർ എക്സിഷൻ ഓഫ് ഹെർണിയേറ്റഡ് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് റീ എക്സ്പ്ലോറേഷൻ സിംഗിൾ ഇൻറ്റർസ്പേസ് ലംബാർ ആണ്. ഇവിടെ ലാമിനോട്ടോമി ആണോ ലാമിനെക്ടമി ആണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞതെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. ഫാസറ്റക്ടമി ഫോർ എമിനോട്ടോമി, അതുപോലെ ഹെർണിയേറ്റഡ് ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിൻ്റെ എക്സിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മേക്ക് ഷുവർ ചെയ്യുക. പിന്നെ ഇൻ്റർസ്പേസ് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. ഏത് റീജിയൻ ആണെന്ന് നോക്കുക, ലംബാർ ആണോ സെർവിക്കൽ ആണോ എന്നുള്ളതെല്ലാം നോക്കുക. 63056 എന്ന് പറയുന്നത് ട്രാൻസ്പെഡിക്കുലാർ അപ്രോച്ച് ആണ്. ഇവിടെ ഡീകംപ്രഷൻ ഓഫ് സ്പൈനൽ കോഡ്, എക്യുന ആൻഡ് ഓർ നെർവ് റൂട്ട്സ് ആണ് പറയുന്നത്. ഇവിടെ സെഗ്മെൻ്റ് ആണ്, സിംഗിൾ സെഗ്മെൻറ്റ് ലംബാർ ആണ്. അപ്പോൾ സെഗ്മെൻ്റ് ആണോ ഇൻ്റർസ്പേസ് ആണോ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ട കോഡ് ഡിസ്ക്രിപ്ഷനിൽ ഉള്ളത് എന്ന് നോക്കുക. ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിൽ എത്ര സെഗ്മെൻറ്റ്സ് ഉണ്ട്, അതിൽ എത്ര ഇൻ്റർസ്പേസ് ഉണ്ടെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം കോഡുകൾ എടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കോഡ് എടുക്കാൻ പറ്റും.
Next one, creation of lesion of spinal cord by stereotactic method, percutaneous, any modality. Next one, injections, anesthetic agents, intercostal nerve. ഏത് nerveലാണ് ഇഞ്ചക്ഷൻ പ്രൊസീജിയർ ചെയ്തിട്ടുള്ളതെന്ന് നോക്കിയിട്ട് കോഡ് എടുക്കുക. നെക്സ്റ്റ്, റിമൂവൽ ഓഫ് ക്രേനിയൽ നെർവ്, ദാറ്റ് ഇസ് വേഗസ് നെർവ് ഒരു എക്സാമ്പിൾ ആണ്. ന്യൂറോ സ്റ്റിമുലേറ്റർ, ഇലക്ട്രോഡ് അറേ ആൻഡ് പൾസ് ജനറേറ്റർ. അപ്പോൾ ക്രേനിയൽ നെർവിന്ന് ന്യൂറോ സ്റ്റിമുലേറ്റർ, ഇലക്ട്രോഡ് അറേയും പൾസ് ജനറേറ്ററിൻ്റെ റിമൂവലാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, നെർവ് റിപ്പയർ ആണ് വിത്ത് നെർവ് അലോഗ്രാഫ്റ്റ്. ഈച്ച് നെർവ് ഫസ്റ്റ് സ്ട്രാൻഡ് ആണ്. നെർവ് അലോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലോ മീൻസ് സെയിം സ്പീഷീസിൽ നിന്നുള്ള ഗ്രാഫ്റ്റ് എടുക്കുന്നതാണ്. ഓട്ടോഗ്രാഫ്റ്റ് ആണ് സെയിം ബോഡിയിൽ നിന്നുള്ള ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കീമോഡിനർവേഷൻ ഓഫ് 1 എക്സ്ട്രിമിറ്റി 1 to 4 മസിൽസ് ആണ്. സോ കീമോഡിനർവേഷൻ്റെ കേസിൽ, എക്സ്ട്രിമിറ്റീസിൻ്റെ കേസിൽ നമ്മൾ എത്ര നമ്പർ ഓഫ് എക്സ്ട്രിമിറ്റി ഉണ്ടെന്ന് നോക്കുക. അഡീഷണൽ എക്സ്ട്രിമിറ്റിക്ക് ആഡ് ഓൺ കോഡാണ് കൊടുക്കേണ്ടത്. അതുപോലെ എത്ര നമ്പർ ഓഫ് മസിൽസ് ഇൻവോൾവ് ആണ് എന്ന് നോക്കിയിട്ടാണ് നമുക്ക് 4 കോഡുകളാണ് ഉള്ളത്. 2 ഇനീഷ്യൽ കോഡും 2 ആഡ് ഓൺ കോഡും. അതിൽ ഒരു ഇനീഷ്യൽ കോഡും ബാക്കിയെല്ലാം ആഡ് ഓൺ കോഡാണ് കൊടുക്കുക. അപ്പോൾ നമ്പർ ഓഫ് മസിൽസ് നോക്കിയിട്ടാണ് നമ്മൾ ഏത് സെറ്റാണ് എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. നെക്സ്റ്റ് വൺ, സ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ നെർവ്, ഹാൻഡ് ഓഫ് ഫുട്ട്, 1 നെർവ് ആണ്. ഏതെങ്കിലും ഒരു നെർവിൻ്റെ സ്യൂച്ചറിങ് ആണ് പറയുന്നത്. ഡിജിറ്റൽ നെർവ് എന്ന് പറഞ്ഞാൽ, ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഫിംഗർ ആണ്. നെക്സ്റ്റ് വൺ, എവിസറേഷൻ ഓഫ് ഓക്കുലാർ കണ്ടൻസ് വിത്തൗട്ട് ഇംപ്ലാന്റ് ആണ്. സോ നമുക്ക് 3 പ്രൊസീജിയേഴ്സ് ആണ് ഉള്ളത്. എവിസറേഷൻ, എന്യൂക്ലിയേഷൻ ആൻഡ് എക്സെൻട്രേഷൻ. ഇതിലേതാ ചെയ്തത് എന്ന് നോക്കുക. വിത്ത് ഇംപ്ലാന്റ് ആണോ വിത്തൗട്ട് ഇംപ്ലാന്റ് ആണോ എന്നെല്ലാം നോക്കിയിട്ട് കോഡ് എടുക്കുക. നെക്സ്റ്റ് വൺ, മെറിംഗോട്ടോമി ഇൻക്ലൂഡിങ് ആസ്പിറേഷൻ ആൻഡ് ഓർ യൂസ്റ്റാഷ്യൻ ട്യൂബ് ഇൻഫ്ലേഷൻ റിക്വയറിങ് ജനറൽ അനസ്തീഷ്യ. മെറിംഗോട്ടോമി, ടിംബാനോട്ടോമി എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് മെറിംഗോ ഓർ ടിംബാനോ ഈ 2 ടേംസും വെച്ചിട്ട് കോഡുകൾ കാണാൻ പറ്റും. അവിടെ മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മെറിംഗോട്ടോമിന്നും ടിംബാനോസ്റ്റോമിന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. ബോത്ത് സെയിം തന്നെയാണ്, സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. ബട്ട് നമ്മളപ്പോൾ അവിടെ എന്തൊക്കെ പ്രൊസീജിയറാണ് ചെയ്തത് എന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു കാര്യത്തിൽ ജനറൽ അനസ്തീഷ്യ കൊടുത്തിട്ടുണ്ട്, വിത്തൗട്ട് അനസ്തീഷ്യയും പറയുന്നുണ്ട്. അപ്പോൾ അതും നമ്മളൊന്ന് നോക്കുക. അതുപോലെ വിത്തൗട്ട് അല്ല, ലോക്കൽ ഓർ ടോപ്പിക്കൽ അനസ്തീഷ്യ കൊടുത്ത കേസും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ഓട്ടമി ആണോ ഓസ്റ്റമി ആണോ എന്ന് നോക്കിയിട്ട് കോഡ് എടുക്കുക. സോ നെക്സ്റ്റ് 7 സീരീസ് ആണ്. ഫസ്റ്റ് വൺ, MRA ഹെഡ് വിത്ത് ആൻഡ് വിത്തൗട്ട് കോൺട്രാസ്റ്റ് ആണ്. MRA എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റെസൊണൻസ് ആൻജിയോഗ്രഫി ആണ് പറയുന്നത്. അത് ഹെഡ് വിത്ത് ആൻഡ് വിത്തൗട്ട് കോൺട്രാസ്റ്റ്. ഫസ്റ്റ് ഒന്ന് കോൺട്രാസ്റ്റ് ഇല്ലാതെ ചെയ്തു, അത് കഴിഞ്ഞ് വിത്ത് കോൺട്രാസ്റ്റ് ചെയ്യുന്നതിൻ്റെ കോഡാണ്. നെക്സ്റ്റ്, എക്സ്റേ ഓഫ് സ്പൈൻ, എൻറ്റയർ തൊറാസിക് ആൻഡ് ലംബാർ 2 or 3 വ്യൂസ് ആണ്. ഇനി എക്സ്റേ ഓഫ് സ്പൈൻ, എൻറ്റയർ തൊറാസിക് ആൻഡ് ലംബാർ മിനിമം ഓഫ് 6 വ്യൂസ് പറയുന്നുണ്ട്. അപ്പോൾ എത്ര നമ്പർ ഓഫ് വ്യൂസ് ആണ്, ഏത് സൈറ്റാണ്, ഏത് ഏരിയ ആണ് എന്ന് നോക്കിയിട്ട് വേണം കോഡുകൾ എടുക്കാനായിട്ട്. നമുക്ക് ഓരോ ഏരിയാസിൻ്റെ അണ്ടറിലെ എക്സ്റേ കോഡുകൾ, CT കോഡുകൾ, MRI, MRA, CTA അങ്ങനെ ഡിഫറെൻറ്റ് കോഡുകളുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഏരിയ, ഇപ്പം സ്പൈൻ ആണെങ്കിൽ സ്പൈൻ്റെ അണ്ടറിൽ നിന്നുള്ള കോഡുകളാണ് എടുക്കേണ്ടത്. ചെസ്റ്റ് ആണെങ്കിൽ ചെസ്റ്റിൻ്റെ അണ്ടറിൽ നിന്നാണ് കോഡുകൾ എടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ, ലിംഫാൻജിയോഗ്രഫി, എക്സ്ട്രിമിറ്റി ഓൺലി, യൂണിലാറ്ററൽ റേഡിയോളജിക്കൽ സൂപ്പർവിഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ലിംഫാൻജിയോഗ്രഫി ആണോ വീനോഗ്രഫി ആണോ അയോട്ടോഗ്രഫി ആണോ ചെയ്തിട്ടുള്ളത് നോക്കിയിട്ട് വേണം കോഡുകൾ എടുക്കാൻ. അതുപോലെ യൂണിലാറ്ററൽ ആണോ ബൈലാറ്ററൽ ആണോ എന്ന് നോക്കിയിട്ട് വേണം കോഡുകൾ എടുക്കാൻ. നെക്സ്റ്റ് വൺ, അൾട്രാസൗണ്ട് ഓഫ് പ്രഗ്നൻറ്റ് യൂട്രസ്, ഫസ്റ്റ് ട്രൈമസ്റ്റർ, ട്രാൻസ് അബ്ഡമിനൽ അപ്രോച്ച്, സിംഗിൾ ഫസ്റ്റ് ജെസ്റ്റേഷൻ ആണ്. സോ ഈ ഒരു അൾട്രാസൗണ്ട് ഓഫ് പ്രഗ്നൻറ്റ് യൂട്രസിൻ്റെ കേസിൽ നമ്മൾ ഏത് ട്രൈമസ്റ്റർ ആണ് എന്ന് നോക്കണം. റുട്ടീൻ അൾട്രാസൗണ്ട് ആണെങ്കിൽ ഏത് ട്രൈമസ്റ്റർ ആണ് എന്ന് നോക്കുക. അതുപോലെ ഏത് അപ്രോച്ച് ആണെന്ന് നോക്കുക. അതുപോലെ തന്നെ ജെസ്റ്റേഷൻ, എത്ര ബേബി ഉണ്ട് എന്നുള്ളതും കൂടി ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് വൺ, അൾട്രാസൗണ്ട് പ്രഗ്നൻറ്റ് യൂട്രസ് ലിമിറ്റഡ് സ്റ്റഡി ആണെങ്കിൽ 1 or more ഫീറ്റസസിനാണ് കോഡ് എടുക്കുന്നത്. അപ്പോൾ 1 or more ഫീറ്റസസ് എന്ന് പറയുമ്പോൾ ഒരു ഫീറ്റസ് ആയാലും മൾട്ടിപ്പിൾ ആയാലും, ഇപ്പോൾ ട്വിൻസ് ആയാലും ട്രിപ്ലറ്റ്സ് ആയാലും നമ്മുടെ കോഡിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ലിമിറ്റഡ് സ്റ്റഡി ആണെങ്കിൽ, ലിമിറ്റഡ് സ്റ്റഡി എന്തൊക്കെയാണ് എന്നുള്ളത് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്.
നെക്സ്റ്റ് വൺ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് 5 ട്രീറ്റ്മെൻറ്റ്സ് ആണ്. സോ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ കേസിൽ എത്ര ഫ്രാക്ഷൻസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കിട്ടി എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു എൻറ്റയർ കോഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര ഫ്രാക്ഷൻസ് ആണ് എന്നാണ് നോക്കുന്നത്, അല്ലാതെ എത്ര ഡേയ്സ് ആയിട്ട് ചെയ്തു അതിലൊന്നും കാര്യമില്ല. നെക്സ്റ്റ് വൺ മയോകാർഡിയൽ പെർഫ്യൂഷൻ ഇമേജിങ് സ്പെക്റ്റ് ആണ്. സിംഗിൾ സ്റ്റഡി അറ്റ് റെസ്റ്റ് ഓഫ് സ്ട്രെസ് ആണ്. സോ അതിൻ്റെ കൂടെ മോഡിഫയർ 52 അപ്പൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ മയോകാർഡിയൽ പെർഫ്യൂഷൻ ഇമേജിങ് പ്ലാനർ വാൾ മോഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ പ്ലാനർ വാൾ മോഷൻ ആണെങ്കിൽ ആദ്യത്തേതിൽ നമ്മൾ കണ്ടത് സ്പെക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇതിൽ ഏതെങ്കിലും രണ്ടും വരും എന്നല്ല, ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ 54 എന്ന് പറയുന്നത് സർജിക്കൽ കെയർ ഉള്ളി ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് 78606 എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഇമേജിങ് മിനിമം 4 സ്റ്റാറ്റിക് വ്യൂസ് ആണ് വിത്ത് വാസ്കുലർ ഫ്ലോ ആണ്. നെക്സ്റ്റ് 8 സീരീസ് ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് പാനൽ കോഡിംഗ് ആണ് കാണാൻ പറ്റുന്നത്. അതിൽ ബേസിക് മെറ്റബോളിക് പാനലിൽ കാൽസ്യം അയണൈസ്ഡ് വെച്ചിട്ടുള്ളതും കാൽസ്യം ടോട്ടൽ വെച്ചിട്ടുള്ളതും ഉണ്ട്. സോ ഇതിൽ ആകെ ഡിഫറൻസ് വരുന്നത് ഒരെണ്ണത്തിൽ കാൽസ്യം അയണൈസ്ഡ് ആണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 4-8 വരുമ്പോൾ അതിൽ കാൽസ്യം ടോട്ടലാണ്. ഇനി കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനൽ വരുമ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതായത് ബേസിക് മെറ്റബോളിക് പാനലിലുള്ള ഒരു ടെസ്റ്റൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ പാനൽ കോഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്കൊരു പാനൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരെണ്ണം പോലും മിസ് ചെയ്യാൻ പാടില്ല. ഒരെണ്ണം കുറവാണെങ്കിൽ നമ്മൾ ആ പാനൽ റിപ്പോർട്ട് ചെയ്യാതെ, മോഡിഫയർ ഒന്നും അപ്പൻഡ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാതെ നമ്മൾ ഓരോ ടെസ്റ്റുകളായിട്ട് കോഡ് ചെയ്യേണ്ടതാണ്. ഒരു ടെസ്റ്റിനെ മിസ് ചെയ്യാനും പാടില്ല, ഒരു ടെസ്റ്റിനെ അഡീഷണൽ ആയിട്ട് കോഡ് ചെയ്യാനും പറ്റില്ല. അതായത് ഒരു ടെസ്റ്റിന് 2 പ്രാവശ്യമൊന്നും റിപ്പോർട്ട് ചെയ്യാനും പാടില്ല. നെക്സ്റ്റ് വൺ അനാൽജസിക്സ് നോൺ ഓപ്പിയോയിഡ് 102 ആണ്. നെക്സ്റ്റ് ആൻറ്റി ഡിപ്രസൻസ് ട്രൈസൈക്ലിക് ആൻഡ് അതർ സൈക്ലിക്കൽസ് ആണ് പറഞ്ഞിട്ടുള്ളത് 102. അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി യൂറിൻ അനാലിസിസിൽ നോൺ ഓട്ടോമേറ്റഡ് വിത്ത് മൈക്രോസ്കോപ്പി ഉണ്ട്, ഓട്ടോമേറ്റഡ് വിത്ത് മൈക്രോസ്കോപ്പി ഉണ്ട്, ഓട്ടോമേറ്റഡ് വിത്തൗട്ട് മൈക്രോസ്കോപ്പി ഉണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് ഏതാണ് എന്ന് നോക്കിയിട്ട് കോഡ് എടുക്കുക. നെക്സ്റ്റ് വൺ ബിലിറുബിൻ ഡയറക്റ്റ് ടെസ്റ്റ് ചെയ്തതിൻ്റെയാണ്. നെക്സ്റ്റ് ഗ്ലൂക്കോസ് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ബ്ലഡ് ആണ്, എക്സെപ്റ്റ് റിയാജൻ സ്ട്രിപ്പ് ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റിൽ അലർജൻ സ്പെസിഫിക് IgE എന്നാണ് കോഡ് ഡിസ്ക്രിപ്ഷൻ വരുന്നതെങ്കിലും നമുക്ക് ക്വസ്റ്റ്യനിൽ പീനട്ട് അലർജി എന്നൊക്കെ ആയിരിക്കും കാണുന്നത്. സോ ഈ ഒരു കോഡ് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസറിലേക്ക് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അതുകൊണ്ട് ഇതൊന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. പീനട്ട് അലർജി എന്നൊക്കെ പറഞ്ഞാൽ 86003 ആണ് കോഡ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് കൾച്ചർ ഫംഗൈ ഐസൊലേഷൻ വിത്ത് പ്രിസംപ്റ്റീവ് ഐഡൻറ്റിഫിക്കേഷൻ അതർ സോഴ്സ് ആണ്, എക്സെപ്റ്റ് ബ്ലഡ് ആണ്. ബ്ലഡ് അല്ലാത്ത വേറെ സോഴ്സിൽ നിന്നാണ് കൾച്ചർ ചെയ്തെടുക്കുന്നതെങ്കിൽ കോഡ് കൊടുക്കേണ്ടത് 87102. ഇനി ബ്ലഡിൽ നിന്നാണെങ്കിൽ 87103 ആണ്. നെക്സ്റ്റ് വൺ സർജിക്കൽ പാത്തോളജി ആണ്. ഈ സർജിക്കൽ പാത്തോളജിയിൽ നമ്മൾ നോക്കേണ്ടത് ഗ്രോസ് എക്സാമിനേഷൻ ആണോ ഗ്രോസ് ആൻഡ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആണോ എന്ന് നോക്കുക. ഗ്രോസ് എക്സാമിനേഷൻ ആണെങ്കിൽ പിന്നെ നമ്മൾ സ്പെസിമെൻ എന്താണ് എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ്ലി 88300 കൊടുക്കാം. ഇനി ഗ്രോസ് ആൻഡ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ സ്പെസിമെൻ നോക്കുക, എന്നിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള 88305 307 309 എന്നൊക്കെയുള്ള കോഡുകൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് വൺ ഇതും സർജിക്കൽ പാത്തോളജിയിൽ തന്നെ ഉള്ളതാണ്. സ്പെഷ്യൽ സ്റ്റെയിൻ യൂസ് ചെയ്തു ഗ്രൂപ്പ് 1 എന്നൊക്കെ പറയുകയാണെങ്കിൽ 88312. ഇനി ഗ്രൂപ്പ് 2 ആൻഡ് ഓൾ അതർ ഒക്കെ ആണെങ്കിൽ 313 ആണ്. നെക്സ്റ്റ് വൺ നെക്രോപ്സി ഫോർ ഫോറൻസിക് എക്സാമിനേഷൻ ആണ്. അപ്പോൾ നെക്രോപ്സി ഓട്ടോപ്സി എന്നൊക്കെ ഉള്ളത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. സോ അവിടെ നോക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ 9 സീരീസ് ആണ്. സോ ഫസ്റ്റ് തന്നെ ഇമ്മ്യൂണൈസേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ്. 9 സീരീസിൽ നിന്ന് ഉറപ്പായിട്ടും നമുക്ക് വാക്സിനേഷൻ സെക്ഷനിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് സൈക്കോതെറാപ്പി കോഡുകൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് കാണാൻ പറ്റും. പിന്നെ മിസലേനിയസ് ഡയാലിസിസിൽ സിംഗിൾ ഇവാലുവേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ESRD ഹോം ഡയാലിസിസ് സർവീസ് ആണ്. 12 to 19 ഇയേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഹോം ഡയാലിസിസിൻ്റെ കോഡുകളിൽ നിന്നാണ് എടുക്കേണ്ടത്. അവിടെ ഏജ് നോക്കുക, എന്നിട്ട് കോഡ് എടുക്കുക. ഇനി ലാറഞ്ചിയൽ ഫങ്ഷൻ സ്റ്റഡീസ് ആണ്. അതിൽ എയറോഡൈനാമിക് ടെസ്റ്റിങ്ങും അക്യൂസ്റ്റിക് ടെസ്റ്റിങ്ങും പറയുന്നുണ്ട്. ഇത് രണ്ടും പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് 92520 അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
ഇനി ഇതിലെ എയറോഡൈനാമിക് ടെസ്റ്റിംഗ് മാത്രം അല്ലെങ്കിൽ അക്യൂസ്റ്റിക് ടെസ്റ്റിംഗ് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ നമ്മൾ മോഡിഫയർ 52 അപ്പൻഡ് ചെയ്യേണ്ടതാണ്. അതായത് ഈ 2 ടെസ്റ്റും ചെയ്താൽ മാത്രമേ നമുക്ക് ലാറിഞ്ചൽ ഫംഗ്ഷൻ സ്റ്റഡീസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മോഡിഫയർ 52 അപ്പൻഡ് ചെയ്യണം. നെക്സ്റ്റ് ഇലക്ട്രോ കാർഡിയോഗ്രാം റൂട്ടീൻ ECG ആണ് വിത്ത് അറ്റ്ലീസ്റ്റ് 12 ലീഡ്സ് പറയുന്നുണ്ട്. അതിൽ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട് ഇൻക്ലൂഡഡ് ആണ്. Next one, ventilator assistant management, hospital inpatient or observation each subsequent day ആണ്. ഓരോ സബ്സിക്വൻറ്റ് ഡേയ്സിനും നമ്മൾ 94003 എന്നുള്ള കോഡ് കൊടുക്കണം. നെക്സ്റ്റ് വൺ ബ്രോങ്കോ ഡയലേഷൻ റെസ്പോൺസീവ്നെസ് ആണ്. ദെൻ ഹൈഡ്രേഷൻ തെറാപ്പി ആണ്. അതിൽ ഇനീഷ്യൽ ഫസ്റ്റ് 31 minutes to 1 hour ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. 30 minutesന് താഴെയാണെങ്കിൽ നമ്മൾ കോഡ് ചെയ്യാൻ പാടില്ല. 999 സീരീസ് ആണ്. ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻ്റ് ആണ്. എല്ലാവർക്കും ടഫായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓഫീസ് ഓർ ഔട്ട് പേഷ്യൻറ്റിൽ ഹൈ MDM വരുന്ന കേസാണ് പറഞ്ഞിട്ടുള്ളത്. ക്രിട്ടിക്കൽ സർവീസസിൻ്റെ കോഡുകൾ ചോദിക്കുന്നുണ്ട്. അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ സബ്സിക്വൻറ്റ് ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷനിൽ മോഡറേറ്റ് MDM വരുന്നതുണ്ട്. ഇൻപേഷ്യൻ്റ് ഓർ ഒബ്സർവേഷൻ ഡിസ്ചാർജ് സർവീസസിൻ്റെ വരുന്നുണ്ട്. അതായത് ഡിസ്ചാർജ് ഡേറ്റിലുള്ള സർവീസിനുള്ള കോഡുകളാണ്. അതിൽ ലെസ് ദാൻ 30 മിനിറ്റ്സും മോർ ദാൻ 30 മിനിറ്റ്സിനും നമുക്ക് കോഡുണ്ട്. ഇനി ഓഫീസ് ഓർ ഔട്ട് പേഷ്യൻറ്റ് കൺസൾട്ടേഷൻ്റെ കോഡ് വരുന്നുണ്ട്. ലോ ലെവൽ MDM ആണ്. ഹോം ഓർ റെസിഡൻസ് വിസിറ്റ് മോഡറേറ്റ് MDM വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ പ്രിവെൻറ്റീവ് സർവീസിൽ ന്യൂ പേഷ്യൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏജ് നോക്കിയിട്ട് കോഡ് എടുക്കുക. പ്രിവെൻറ്റീവ് സർവീസസ് വരുമ്പോൾ ന്യൂ പേഷ്യൻ്റ് ആണ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണോ എന്ന് നോക്കുക. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഡ് എടുക്കുക. നെക്സ്റ്റ് പ്രിവെൻറ്റീവ് മെഡിസിനിൽ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആണ്. അതിൽ നമ്മൾ ടൈം ബേസ് ചെയ്താണ് കോഡ് എടുക്കുന്നത്. ഇനി ന്യൂ ബോൺ കെയർ സർവീസസിൽ ഇനീഷ്യൽ ഹോസ്പിറ്റൽ ബർത്തിങ് സെൻറ്റർ കെയർ പെർ ഡേയുടെ കോഡാണ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എല്ലാത്തിലും തന്നെ MDM തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. MDM തരാതെയും നമുക്ക് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റിൽ കുറേ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. സോ അപ്രോപ്രിയേറ്റ് ആയിട്ട് എങ്ങനെയാണ് MDM സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ടേബിൾ നോക്കി മനസ്സിലാക്കിയിട്ട് എക്സാമിന് പോവുക. ഉറപ്പായിട്ടും നമുക്ക് MDM ഇല്ലാത്ത ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പോൾ അതിനും നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. സോ ഐ എം കണ്ടക്ടിങ് എ CPC പ്രിപ്പറേഷൻ ക്ലാസ്. 15 days ആണ് ക്ലാസ് ഡ്യൂറേഷൻ വരുന്നത്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. 1-to-1 സെഷൻസ് ആണ്. ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ്. സോ ഫോർ മോർ ഡീറ്റെയിൽസ് എന്നെ മെയിൽ ചെയ്യുക medcoda0907@gmail.com അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഹാൻഡിലായ മെഡിക്കൽ കോഡ് സർട്ടിഫൈഡിൽ DM ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ലെങ്തി വീഡിയോ ആണ്. ഹോപ്പ് യു ഡോണ്ട് മൈൻഡ് ബിക്കോസ് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നു വിത്ത് എക്സ്പ്ലനേഷൻ കോഡുകൾ ഡിസ്കസ് ചെയ്യാനായിട്ട്. സോ ഇഫ് you feel this is helpful, please do like, share and comment. Thank you.